ചന്ദ്രന്റെ വീട് ഇത് തന്നെയാണോ? കടക്കാരൻ പറഞ്ഞ സ്ഥിതിക്ക് ഇത് തന്നെയായിരിക്കും. ഈ ചമ്പൽക്കാട്ടിലാണോ അവൻ്റെയൊക്കെ താമസം? ചന്ദ്ര ചന്ദ്ര എടോ ചന്ദ്ര ചന്ദ്ര ചന്ദ് ചന്ദ് ഏതാണ് ഈ മഞ്ഞത്തോള? ആരാ മനസ്സിലായില്ല? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനടാ അപ്പുണ്ണി. അപ്പുണ്ണി? നിനക്ക് കോഴങ്കാവ് സെന്റ് ജോർജ് സ്കൂൾ ഓർമ്മയുണ്ടോ? ഉണ്ട്. അവിടെ ഒരു ലൂസി ടീച്ചർ ഓർമ്മയുണ്ടോ? ഉണ്ട്. അവിടെ 4ാം ക്ലാസ് ബാക്ക് ബെഞ്ചിൽ ഇരുന്നത് ഓർമ്മയുണ്ടോ? ഞാനടാ അപ്പുണ്ണിയുടേത്. അപ്പുണ്ണി? ചന്ദ്ര, നീ ആകെ വെളുത്ത് തുടുത്ത് നല്ല സുന്ദര കുട്ടനായല്ലോടാ. നീ അങ്ങനെ കറുത്ത് കരിവാളിച്ചു പോയല്ലടാ. ആറിനേട്ടത്? ഇതാ എന്റെ ചങ്കാണ്ടി. ചങ്ക? വാ പുണ്ണി. ഞാനങ്ങ് കാനഡയിലായിരുന്നു. കാനഡ. ഇതെന്റെ ഭാര്യ ലേഖ. ചന്ദ്രൻ ലേഖ. ചന്ദ്രലേഖ പ്രിയദർശന്റെ സിനിമ പോലെ. ഇവനെ ക്ലാസ്സിലെ ട്രൗസറിൽ തുറന്നിട്ട് ഒറ്റ ദിവസം പോലും ഇല്ല. നശിപ്പിച്ച്. ബൈ ദ വൈ, എനിക്ക് അല്പം തിരക്കുണ്ട്. വൈകുന്നേരത്തെ ഫ്ലൈറ്റിനൊന്ന് ഡൽഹി വരെ പോകും. ചോദിക്കാൻ മറന്നുപോയി, നിന്റെ മക്കൾ? എനിക്ക് 2 മക്കള്. മോളെ കല്യാണം കഴിഞ്ഞ്, മകൻ കല്യാണ പ്രായം തെറ്റിയിരിക്കുകയാണ്. നിന്റെ മക്കളുടെ കാര്യം എന്തായി? എൻ്റെ മൂത്ത മകൻ കാനഡയിലാണ്. പിന്നീടുള്ളതൊരു മകളാണ്. അവൾ കല്യാണമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല. എന്താണ് നിന്റെ മോൻ വിവാഹം കഴിക്കഴിഞ്ഞത്? അവൻ ചൊവ്വേണ്. ഓ, എൻ്റെ മോൾ ബുധനാ. ബുധൻ എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച മാത്രമേ ലീവ് കിട്ടുള്ളൂ. ഓ, നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. നിന്റെ മോനെ കൊണ്ട് എൻ്റെ മോളെ വിവാഹം കഴിപ്പിച്ചാലോ? നിനക്ക് സമ്മതമാണോ? ഞാൻ സന്തുഷ്ടനാണ്. എന്താണ് നീ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചതേ, നീ പോയി കഴിഞ്ഞാൽ 2 വാഴക്ക് തട കൊടുക്കണം, അതിന് കുറച്ച് വളം ഇടണം. അതൊന്നും അല്ലട മണ്ട. പിന്നെന്താണ്? ഞാൻ ഉദ്ദേശിച്ചത് സ്ത്രീധനം. ഒരു 5 സെന്റ് വസ്തു. പിന്നെ നിന്റെ മോക്ക് നീ എന്താന്ന് വെച്ചാൽ കൊടുക്കുമല്ല, ഞങ്ങൾക്ക് അത് മതി. നീ എന്നെ അപമാനിച്ച്. ഇത്രയും പണക്കാരനായ എന്നോട് നാണില്ലല്ലോ നിനക്ക് അങ്ങനെ ചോദിക്കാൻ? ഞാൻ 1 ഏക്കർ സ്ഥലം, 100 പവന്റെ സ്വർണം, 1 കാറ്, അത് നിന്റെ മോന് തന്നിരിക്കും. സമ്മതാണോ? ചായ എടുത്താലോ? ഞാൻ 1 മണിക്കൂറായി വന്നിട്ട്. അതല്ലേ ഞങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം പറഞ്ഞത്. ഇവിടെ വെറുതെ കളയാൻ പഞ്ചസാരയും ചായപ്പൊടി ഒന്നുമില്ല. ആങ്ങളെ കേറി ചായ എടുക്കാം. ഞാൻ പറഞ്ഞില്ല ഡൽഹിക്ക് പോണെന്ന്. വന്നിട്ട് സംസാരിക്കാം. നിനക്ക് ഞാൻ പോകുന്നതിൽ വിഷമമൊന്നുമില്ല. എടാ, എനിക്കൊരു വിഷമമില്ലടാ പുണ്ണി. എന്നാലും നീ ഭാര്യയുടെ അടുത്ത് ഞാൻ ടൗസറിൽ തൂറിയ കാര്യം പറയണ്ടായിരുന്നു. അതൊക്കെ നമ്മ ദോസ്തുക്കളല്ലടാ. എന്നാലും അങ്ങനെ ചെയ്തത് ശരിയായില്ല. മോനെ പിടിച്ച് മാറ്റുന്നേ. എന്താണ് ചന്ദ്രൻ? എന്താണ് പ്രശ്നം? കിട്ടി. അപ്പൊ ഞാൻ പോയാലോ? ചേട്ടൻ കിട്ടും. അപ്പൊ ഞാനും പോണോ അല്ലേ? കയ്യിലിട്ട പിന്നഴകേ അച്ഛനുള്ള കൊല്ലണം. എന്റെ അച്ഛന് എന്താണിത്? എന്റെ അമ്മേ, ഇവനാണോ നിന്റെ മോൻ? അപ്പൊ ഇവന്റെ കയ്യിലേ ജാതകങ്ങൾ കൊടുത്തുവിടാ. എടാ, കല്യാണം നീ ബുക്ക് ചെയ്യണം. ഞാനേറ്റു. എന്റെ അമ്മേ, പോട്ടറാ. എന്താണ് ഇതൊക്കെ? എന്താണിത്? മോനെ നിന്റെ കല്യാണം ഉറപ്പിച്ചതാണ്. എന്നാൽ ഇങ്ങനെയുണ്ട് ഒരു കല്യാണം ഉറപ്പിക്കല്? ഇങ്ങനെയും ഉറപ്പിക്കാം.